നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പകുതി വില തട്ടിപ്പിൽ പ്രതികരണവുമായി ബിജെപി. വേണ്ടത് സമഗ്ര അന്വേഷണം. തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ് CPM കൂട്ടുകെട്ട്. കണ്ണൂരിൽ മാത്രം നടന്നത് 100 കോടിയോളം രൂപയുടെ തട്ടിപ്പെന്നും ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ദില്ലി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ്. ആദ്യം ഉണ്ടാവേണ്ടത് ഐക്യമായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാവണം. അടിയന്തര യോഗം ചേരണമെന്നും കുഞ്ഞാലിക്കുട്ടി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ തന്നെ ശ്രമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി. നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പരിധിയുണ്ട്. അസമത്വത്തിനെതിരെ വനിതകൾ പോരാടണമെന്നും ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. വാർത്തകൾ വിശദമായി. സീഡ് സൊസൈറ്റിയുടെ പേരിലുള്ള പകുതി വില തട്ടിപ്പ്. CPM-ഉം കോൺഗ്രസും പ്രവർത്തിക്കുന്നത് കന്നാസും കടലാസും പോലെയെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. കണ്ണൂർ ജില്ലയിൽ മാത്രം നടന്നത് 100 കോടി രൂപയുടെ തട്ടിപ്പ്. സംഭവത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണമെന്നും KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. CPM-ന്റെ നേതാക്കന്മാർ, മന്ത്രിമാർ ഒക്കെയാണ് ഇതിന്റെ ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതിൽ ചാലകശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത്. പല പരിപാടികളുടെയും ഉദ്ഘാടകന്മാർ ഇത് തട്ടിപ്പാണെന്ന് അവരുടെ നേതാക്കന്മാർക്ക് അറിഞ്ഞിട്ട് പോലും ചില പരിപാടിയുടെ ഉദ്ഘാടകന്മാരും അതിൻ്റെ ആശംസാ ഭാഷകരും ഒക്കെ ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാരും മന്ത്രിമാരുമായിരുന്നു. ഒരു MLA അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ അല്ലാതിരുന്നിട്ട് പോലും ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒക്കെ വിളിച്ചു വരുത്തി ഇതിന്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഇതിന് വളരെ പൊതുസ്വീകാരം നൽകേണ്ടേ കണ്ണൂർ കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുക വഴി പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാർക്കും വെട്ടിപ്പ് നടത്താൻ, അഴിമതി നടത്താൻ, ജനങ്ങളെ പറ്റിക്കാനുള്ള അവസരം ഇവർ ഉണ്ടാക്കി കൊടുത്തു. കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത്. കണ്ണൂരിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ മുതൽ വാർഡ് മെമ്പർമാർ വരെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നു. രജിസ്ട്രേഷൻ ഫീ ഇനത്തിലും നിരവധി ആളുകളെ വഞ്ചിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ഈ ഇനത്തിലും ലഭിച്ചിട്ടുണ്ട്. CSR ഫണ്ട് ലഭിക്കാൻ വ്യാപകമായി NGO-കൾ രൂപീകരിച്ചു. ജില്ലയിൽ മാത്രം 7 സീഡ് സൊസൈറ്റികൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. പോലീസിൽ പരാതിപ്പെട്ടാൽ അത് ഗൗരവമായി എടുക്കുന്നില്ല. കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കലക്ടറെ സമീപിച്ചു. പക്ഷേ കലക്ടർ നേരിട്ട് പരാതി സ്വീകരിക്കാതെ ADM-നെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ED അന്വേഷണം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ INTUC 27ാമത് കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം DCC ഓഫീസിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഈ കട്ടുമുടിച്ച് അതിനെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ കീശയിലെ പോക്കറ്റ് സ്ഥാപനങ്ങളാക്കി മാറ്റി അതൊക്കെ കട്ടുമുടിച്ച് എങ്ങനെ ഒരു സ്ഥാപനം കട്ടുമുടിക്കാൻ പറ്റുമോ? പൊതുവെക്കറിയാം, സഹകരണ രംഗത്തുള്ള ചില ബാങ്കുകളിലെല്ലാം തന്നെ അവരുടെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരാണ് കട്ടുമുടിച്ചിരിക്കുന്നത്. ചില സ്ഥാപനങ്ങളിൽ അവരുടെ ഉദ്യോഗസ്ഥരാണെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ, CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അവരുടെ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അത് കട്ടുമുടിച്ച് അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട 131/22 ഗവൺമെന്റ് ഓർഡർ പിൻവലിക്കണമെന്ന് സമ്മേളനം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് സതീഷ് ബാബു നട്ടക്കൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിച്ചു. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് എൻഡോമെന്റ് രക്ഷിതാക്കൾ ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV ശശീന്ദ്രൻ, K മനോജ് കുമാർ, മുഹമ്മദ് ഷമ്മാസ്, രാജേഷ് ഖന്ന, MP ഷനിജ്, K ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കേരള സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്രമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അതിദരിദ്രമുക്ത ഗ്രാമപഞ്ചായത്തായി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ പ്രഖ്യാപിച്ചു. ജീവിത നിലവാര സൂചികകൾ, ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകൾ തുടങ്ങിയ ഒരു സമൂഹത്തിന്റെ നിലവാരം അളക്കുന്ന മിക്ക മാനങ്ങളിലും കേരളം ഇന്ന് രാജ്യത്ത് മുൻനിരയിലാണെന്ന് സ്പീക്കർ പറഞ്ഞു. ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ലോഗോ സ്പീക്കർ AN ഷംസീർ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു.
അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി നാം നടത്തുന്ന പ്രവർത്തനങ്ങളും അതിവേഗം പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം എല്ലാ സൂചികയിലും ഒന്നാമതാണ്. അതുകൊണ്ടാണ് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട ധനവിഹിതം പോലും നൽകാതെ ശ്വാസം മുട്ടിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. റിമിറ്റൻസ് ഇല്ലാതെ, സംസ്ഥാനത്തേക്ക് പണം വരാതെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ഭദ്രതയുടെ ഏറ്റവും അടിസ്ഥാനങ്ങളിൽ ഒന്ന്, എല്ലാമല്ല ഒന്ന്, ഈ പറഞ്ഞ പ്രവാസ ലോകം തന്നെ. 2 സഹകരണ പ്രസ്ഥാനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ ഭാഗമാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. നമ്മൾ കാണേണ്ടത് പല വീട്ടിലും ആളില്ല. ഇപ്പൊ എത്ര വീട്ടിൽ ആളുള്ളത്? 5 വീട് താമസിക്കാൻ 4 ആൾ. ഇതല്ലേ സ്ഥിതി? അതിൽ പ്രായം ചെന്നവരാ. നമ്മുടെ ചെറുപ്പം, യൗവനം അവർ വിട്ടുപോവാണ് കേരളത്തിൽ നിന്ന്. കിട്ടുപോകുന്നത് കേരളത്തോട് തീർപ്പുണ്ടായിട്ടില്ല, അവർ പല രീതിയിലും പോകുന്നു. ഇത് ഭാവിയിൽ നമ്മുടെ കേരളം പ്രായം ചെന്നവരുടെ മാത്രം ഒരു കേന്ദ്രമായി മാറും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഏജ്ഡ് ആൾക്കാർക്കുള്ള ഓൾഡ് ഏജ് ഹോമുകൾ. ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ പ്രവാസ ലോകത്തൊക്കെ പോകുന്ന US UK പോകുന്ന ആളുകൾ ജോലി ചെയ്യുന്ന എവിടെ അറിയോ? നമ്മളെ ഈ കുട്ടികൾ ഓൾഡ് ഏജ് ഹോമിലെ കെയർ ടേക്കേഴ്സ് ആയിട്ടാണ്. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗൗരവമായ പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. ചടങ്ങിൽ ആരോഗ്യം ആനന്ദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ലോഗോ സ്പീക്കർ എൻ ഷംസീർ എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീശയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. എരഞ്ഞോളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവേ പ്രവർത്തനങ്ങളുടെയും വാർഡ് തലത്തിലുള്ള പ്രാഥമിക അന്വേഷണത്തിലൂടെയും അതിദാരിദ്ര്യത്തിൽപ്പെട്ട 4 കുടുംബങ്ങളെ കണ്ടെത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് ഭവന നിർമ്മാണവും മറ്റു കുടുംബങ്ങൾക്ക് ആവശ്യമായ ചികിത്സ, ഭക്ഷണം എന്നിവ തുടങ്ങിയവ നൽകിയുമാണ് അതിദാരിദ്ര്യത്തിൽ നിന്നും ഇവരെ മോചിപ്പിച്ചത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോങ്കി രവീന്ദ്രൻ, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P വിജു, പ്രൊജക്ട് ഡയറക്ടർ T രാജേഷ് കുമാർ, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജെസിൻ DK, CDS ചെയർപേഴ്സൺ KC പ്രീത, ആസൂത്രണ സമിതി ഉപാധ്യക്ഷ AK രമ്യ, A രമേശ് ബാബു, സജി മാറോളി, M സുനിൽകുമാർ, T ഷഫീഖ്, P പ്രസന്നൻ, രാമദാസ് കരിമ്പിൽ, MP സരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ 80ാം വാർഷികവും യാത്രയയപ്പും സ്കൂളിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂള് ബെല്ലടിക്കാൻ വേണ്ടി കാത്തു മാസം 3 മണിയാകുമ്പോൾ, നല്ല ഒക്ടോബർ മാസത്തിൽ മഴയൊക്കെ വരുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇടി വരാം, പിന്നു വരാം, മഴ വരാം. അപ്പോൾ വേഗം സ്കൂൾ വിടണം, അല്ലേ? ഇല്ലെങ്കിൽ സ്കൂളിന്റെ കാര്യം പോകാണ്. ആ സമയത്ത് പരിശുദ്ധ അവതരിപ്പിച്ച കലാകാരൻ പാടിയ പാട്ടുണ്ട്. ഗ്രാമങ്ങളിലൂടെ ഭാരതമോചനമെന്നു ധരിച്ചവർ നാം, നമ്മുടെ മക്കൾ പഠിക്കാൻ സർക്കാർ കനിഞ്ഞു നൽകിയൊരൗദാര്യം. കാറ്റുള്ളപ്പോൾ സ്കൂളില്ല, മഴയുള്ളപ്പോൾ സ്കൂളില്ല, കാറ്റും മഴയും കൂടി വരുമ്പോൾ പ്രാർത്ഥന മറ്റൊരു ഗതിയില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ പ്രതിഭാസം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ പ്രതിഭാസം. കാറ്റുള്ളപ്പോൾ സ്കൂളില്ല, മഴയുള്ളപ്പോൾ സ്കൂളില്ല, കാറ്റും മഴയും കൂടി വരുമ്പോൾ പ്രാർത്ഥന മറ്റൊരു ഗതിയില്ല എന്നായിരുന്നു പണ്ട് പാടിയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ ഭൗതിക സാഹചര്യത്തിൽ കെട്ടിലും മട്ടിലും ഒക്കെ മാറി ഹൈടെക് വിദ്യാലയങ്ങളായി, ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൽ വന്നു. ഇപ്പൊ കുഞ്ഞ് ബിരിയാണി വേണം മാഷെ, അംഗനവാടി എന്ന് പറയുന്നിടത്തേക്ക് എത്തില്ലേ? കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ഷൈമ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. DMO കണ്ണൂർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. ഹെഡ്മാസ്റ്റർ KV മനോജ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ കലാകായിക ശാസ്ത്രമേളകളിൽ സംസ്ഥാന തലത്തിലും ദക്ഷിണേന്ത്യയിലും മികവ് തെളിയിച്ച കുട്ടികളെ അനുമോദിച്ചു. മാനേജർ KT രാമകൃഷ്ണൻ നമ്പ്യാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിശിഷ്ടാതിഥി വിരമിക്കുന്ന അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി. വാർഡ് മെമ്പർ P ജിതിൻ, M സുകുമാരൻ, PK ഫാത്തിമ, C മനീഷ്, PP റഫീഖ് അലി, VC മിനി, K നീതു, EP അശ്വന്ത്, K അനന്യ, ശിവന്യ ഉദയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ C ഗീത, VV അനിൽകുമാർ, CP പ്രമോദ് കുമാർ, M വിനോദ്, KT ഗീത, AC രേഖ എന്നിവർ മറുപടി ഭാഷണം നടത്തി. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി MC ശരത് പ്രഭാത് നന്ദി പ്രകാശിപ്പിച്ചു. കുട്ടികളും അധ്യാപകരും ഒരുക്കിയ കലാവിരുന്നും നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പകുതി വില തട്ടിപ്പിൽ പ്രതികരണവുമായി BJP, വേണ്ടത് സമഗ്ര അന്വേഷണം. തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ് CPM കൂട്ടുകെട്ട്. കണ്ണൂരിൽ മാത്രം നടന്നത് 100 കോടിയോളം രൂപയുടെ തട്ടിപ്പെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ദില്ലി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പ്. ആദ്യം ഉണ്ടാവേണ്ടത് ഐക്യമായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാവണം. അടിയന്തര യോഗം ചേരണമെന്നും കുഞ്ഞാലിക്കുട്ടി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ തന്നെ ശ്രമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി. നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പരിധിയുണ്ട്. അസമത്വത്തിനെതിരെ വനിതകൾ പോരാടണമെന്നും ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. ദില്ലി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഇന്ത്യ മുന്നണിയിലെ ഭിന്നിപ്പെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മുന്നണിയിൽ ഐക്യമുണ്ടായിരുന്നുവെങ്കിൽ BJP വിജയിക്കില്ലായിരുന്നു. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാവണമെന്നും അടിയന്തരമായി ഇന്ത്യ മുന്നണി യോഗം ചേരണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അടിയന്തരമായി ഇന്ത്യ മുന്നണി യോഗം ചേർന്ന് ചർച്ച ചെയ്യണം. ലീഗ് ഇക്കാര്യം യോഗത്തിൽ ഉന്നയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ത്യ മുന്നണി ഒന്നിച്ച് നിൽക്കുന്ന അതിനുള്ളൊരവസരം ഇല്ലാതെ പോയത് നിർഭാഗ്യകരം തന്നെയാണ്. യാതൊരു ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഭിന്നിപ്പ് കൊണ്ട്, അതായത് മതേതര പാർട്ടികൾക്ക് ഇടയിലുള്ള ഭിന്നിപ്പ് മാത്രമാണ് BJP അധികാരത്തിലിരിക്കുന്നത്. സ്വന്തമായി അധികാരത്തിലിരിക്കാനുള്ള വോട്ടൊന്നും ഇന്ത്യ രാജ്യത്ത് BJP ഒരു സംസ്ഥാനത്തും ഇല്ല. മതേതര പാർട്ടികളുടെ ഭിന്നിപ്പിനോട് മുതലെടുത്താണ് എല്ലായിടത്തും. ഇപ്പം മഹാരാഷ്ട്ര ഒക്കെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് വ്യക്തമാവും. അത് ഇലക്ഷൻ ജയിക്കാൻ BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കൃത്രിമം ഒരു തരത്തിലല്ലല്ലോ, പലതരത്തിലുണ്ട്. പലതരത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റ് പറഞ്ഞില്ലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഡൽഹിയിൽ തീർച്ചയായും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെയും SDPയെയും CPM തള്ളിപ്പറയുന്നത് ഭൂരിപക്ഷ വർഗീയത മുതലെടുക്കാനെന്ന് PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. കാലാകാലങ്ങളായി ഇവരെ കൂടെ കൊണ്ട് നടന്നവരാണ് CPIM. ന്യൂനപക്ഷ വർഗീയത ഒരു കാലത്ത് നന്നായി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയുള്ളവർ ഇപ്പോൾ തിരിഞ്ഞുനിന്ന് വലിയ വർത്തമാനം പറയുന്നതിന് വേറെ ഉദ്ദേശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരും ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഒറ്റയ്ക്ക് ചെറുത്തത് ലീഗാണ്. SDPയെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഇപ്പോൾ തള്ളിപ്പറയുന്നവർക്ക് അന്ന് ഇവർക്കൊപ്പം ഒറ്റ സ്റ്റേജ് മതിയായി. പൊന്നാനിയിൽ ഒറ്റ സ്റ്റേജ് കെട്ടി ഒരുമിച്ച് പ്രസംഗിച്ചവരാണ് ഇവർ. കാലം മാറിയപ്പോൾ ചിലർ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് സഖ്യം ഉണ്ടാക്കിയത് കൊണ്ടല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കേരള പോലീസ് പെൻഷേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പ്രദർശന ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. പോലീസ് ടർഫിൽ സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് OV ജനാർദ്ദനൻ അധ്യക്ഷനായി. മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ PK ബാലചന്ദ്രൻ, കേരള ഫുട്ബോൾ ക്യാപ്റ്റൻ V. മിഥുൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് റോയൽ ടൈഗേഴ്സ് കണ്ണൂർ പോലീസ് വെറ്ററൻസ് കണ്ണൂരിനെ പരാജയപ്പെടുത്തി. 15-16 തീയതികളിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആഘോഷിച്ചുകൊണ്ട് ഫുട്ബോളിനെ വലിയൊരു വികാരമായി കണ്ടുകൊണ്ട് അതിനൊരു ആഘോഷമാക്കുന്ന ഒരു മനുഷ്യരുടെ നാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദർശന ഫുട്ബോൾ മത്സരം, ആ മത്സരം എന്നുള്ളതിലുപരിയായിട്ട് ഇത് ആ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഫുട്ബോളിനോടുള്ള ആത്മാർപ്പണത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്ന സമയത്ത്
ഈ ഫുട്ബോളിൽ എത്ര ഏജുള്ള ആൾക്കാരെ നിങ്ങൾ പങ്കെടുപ്പിക്കുന്നുണ്ട്? വെറ്ററൻസ് എന്നാണ് പറഞ്ഞത്, എന്നാൽ എത്ര ഏജ് ഉള്ളവരെ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്ന് ചോദിച്ച സമയത്ത് ആദ്യം എന്നോട് പറഞ്ഞത് 60 വയസ്സ് വരെ ഉള്ളവരുണ്ട്, പിന്നെ 65 വയസ്സ് വരെ ഉള്ളവരുണ്ടെന്ന് പറഞ്ഞു. അവസാനം എന്നോട് പറഞ്ഞത് 70 വയസ്സ് വരെ ഉള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഒന്ന് നോക്കണം, നമ്മുടെ ഫുട്ബോൾ എന്ന് പറയുന്നത് പ്രായത്തിനെ തോൽപ്പിക്കുന്ന വലിയ, പ്രായത്തിനപ്പുറത്തേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന വലിയ ഒരു ആഘോഷമായി മാറുന്നുണ്ട്. പുരാതനവും കേരളത്തിലെ നാഗാരാധനാ ക്ഷേത്രങ്ങളിൽ അപൂർവവുമായ അഴീക്കൽ ശ്രീ പാമ്പാടി ആലൻകീഴിൽ ക്ഷേത്രത്തിലെ ഉത്സവം ഞായറാഴ്ച സമാപിക്കും. ഉച്ചയ്ക്ക് നാഗേശ്വരി മാതാവിന്റെ തിരുമുടി നിവർന്ന് രാത്രി ചൊവ്വ വിളക്കോടുകൂടിയാണ് സമാപനം. ഉത്സവ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അഴീക്കൽ ദേശീയ ഉത്സവം എന്നറിയപ്പെടുന്ന പാമ്പാടിയൽ ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടിക്കൊണ്ട് കലവറ നിറക്കൽ ഘോഷയാത്രയും മറ്റു കലാപരിപാടികളും സമൂഹ സദ്യയും നടന്നു. ക്ഷേത്രോത്സവത്തിന് പൊലിമ കൂട്ടുന്നതിനായി 6 ദേശവാസികളുടെ വകയായി 6 കമ്മിറ്റികൾ വിവിധ പരിപാടികൾ നടത്തി വരുന്നുണ്ട്. ഉത്തര കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അഴീക്കൽ ശ്രീ പാമ്പാടിയാൽ ആലൻകീഴ് ക്ഷേത്രം. ഇവിടെ ദേവി അഭീഷ്ടവരദായിനിയാണ്, വിളിച്ചാൽ വിളിപ്പുറത്താണ്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡൻറ്റും ഒക്കെ ഇപ്പോൾ സിറ്റി ചാനലിനൊപ്പമുണ്ട്. അവർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയും അറബിക്കടലും സംഗമിക്കുന്ന പ്രദേശം. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വടക്കേ അറ്റം അഴീക്കൽ എന്ന ഈ ഗ്രാമപ്രദേശത്തിന് കാലാധിപത്യമായി നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ പാമ്പാടി ആലൻകീഴ് ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ തുടങ്ങി ഏകദേശം 1.25 നൂറ്റാണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. 1900-ന് ശേഷമാണ് ഇപ്പോഴുള്ള ഒരു ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഓരോ കൊല്ലവും ഇവിടുത്തെ ഉത്സവത്തിന് പല രീതിയിലുള്ള പൊലിമ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇവിടെ ഇപ്പം ആഘോഷങ്ങൾ നടത്തുന്നതിന് വേണ്ടി 6 ദേശവാസികളുടെ വകയായിട്ടുള്ള 6 കമ്മിറ്റികൾ, അത് ഈ 5 ദിവസത്തെ ഉത്സവത്തിന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആണ് നടത്തി വരുന്നത്. നാഗാരാധനാ ക്ഷേത്രങ്ങൾ കേരളത്തിൽ നിരവധിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിലുള്ള പാമ്പുമേക്കാടിന് ശേഷം കേരളത്തിൽ തന്നെ പ്രഥമ സ്ഥാനത്ത് നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് അഴീക്കൽ ശ്രീ പാമ്പാടി ആലൻകീഴ് ക്ഷേത്രം. മറ്റ് നാഗക്ഷേത്രങ്ങളെപ്പോലെ, ഉദാഹരണത്തിന് പെരളശ്ശേരി പോലുള്ള ക്ഷേത്രങ്ങളെപ്പോലെ നാഗത്തിനെ പ്രതിഷ്ഠിച്ച് കൊണ്ടുകൂട്ടി പ്രതിഷ്ഠിച്ചിട്ടുള്ളൊരു നിലയല്ല നമ്മുടെ പിറകിൽ കാണുന്ന ഈ നാഗ അലങ്കാരത്തറ. അതിനകത്ത് ഏകദേശം ഒരു 11 സെൻറ്റ് സ്ഥലത്താണ് ഈ കാട് നിൽക്കുന്നത്. മുൻകാലങ്ങളിൽ അതിനകത്ത് തീർത്ഥക്കിണറുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതിനകത്താണ് നാഗം സ്വയംഭൂവായിട്ടുള്ള നാഗമാണ്, കൊണ്ടുകൂട്ടിയ നാഗമല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. തൃശ്ശൂരിലെ പാമ്പമ്മേക്കാട്ടിന് ശേഷം അതിപ്രധാനമായ നാഗക്ഷേത്രമാണ് അഴീക്കൽ പാമ്പാടിയാൽ ക്ഷേത്രം. സ്വയംഭൂവ് ആയിട്ടുള്ളതിനാൽ ഈ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠ ഇല്ല. നാഗപൂജ, മുട്ട, സർപ്പരൂപങ്ങൾ എന്നിവയാണ് നാഗത്തിൽ സമർപ്പിക്കുന്നത്. ഇവിടെ ഗുരുവിനും പ്രാധാന്യമേറെയാണ്. ഗുരുവിന് ക്ഷേത്രം നിർമ്മിച്ചത് വെറും 10 മാസം കൊണ്ടാണ്. വിഷ്ണുമൂർത്തി പുതിയ ഭഗവതിക്കും പ്രത്യേക ക്ഷേത്രം തന്നെയുണ്ട്. ഏകദേശം 55 വർഷം പഴക്കമുള്ള ഗുരുവിൻ്റെ സ്ഥാനം കെട്ടിടം, ആ ക്ഷേത്രം പൊളിച്ച് നമ്മളിപ്പോൾ ഈ രൂപത്തിലിപ്പം പരമ്പരാഗത തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്ര നിർമ്മാണ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ക്ഷേത്രം കേവലം 10 മാസം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന കമ്മിറ്റി അംഗങ്ങൾ ഇവരുടെ എല്ലാം നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിൻ്റെ കൂടി ഒരു റിസൾട്ടാണ് ഈ ബേക്കിൽ 10 മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ക്ഷേത്രം ഈ ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അത് ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 1 രൂപ പോലും ഇല്ലാതെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഈ കേവലം 10 മാസം കൊണ്ട് ഈ ക്ഷേത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഏത് സമയത്തും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വന്ന് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥന നടത്തി കാര്യം സാധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഒരു വേലിക്കെട്ടുകളും ഈ ക്ഷേത്രത്തിലില്ല. ആർക്കും ഏത് സമയത്തും വന്ന് പ്രാർത്ഥിച്ച് പോകാനുള്ള ഒരു സാഹചര്യമാണ് അന്നു മുതലേ ഉള്ളത്. ഇപ്പോൾ അത് ഒരുപാട് വിപുലീകരിച്ചിട്ട് കാര്യങ്ങൾ നിർവഹിച്ച് പോകാനുള്ളൊരു അന്തരീക്ഷമാണുള്ളത്. മാനവികത ഉറപ്പിക്കുന്നതായിരിക്കണം. അതായത് മതത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ ഏത് സമയത്തും എല്ലാ ആരാധനാലയങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാവണം. അവിടെയാണ് വിജയം. രാജേഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.
പുഴാതി ശ്രീ പൈത്യ ഭഗവതി ക്ഷേത്ര കളിയാട്ടം ഫെബ്രുവരി 5, 6, 7, 8 തീയതികളിൽ നടന്നു. കളിയാട്ടത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി കീരിയാട് ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലവറ നിറക്കൽ ഘോഷയാത്ര, കാഴ്ചവരവ് തുടങ്ങിയവയും സമാപന ദിവസം ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ AILU സംസ്ഥാന വനിതാ സബ് കമ്മിറ്റി വനിതാ അഭിഭാഷകർക്കായി സ്റ്റഡി ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്നും നാളെയുമായി നടക്കുന്ന സ്റ്റഡി ക്യാമ്പ് ഭരണശ്ശേരി EK നായനാർ അക്കാദമിയിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീകൾ തന്നെ ശ്രമിക്കണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി സ്ത്രീകൾ തന്നെ ശ്രമിക്കണം. നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ സമൂഹത്തിൽ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാടിനാണ് ഇന്ന് കൂടുതൽ മാറ്റം വരേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. Creating a space is very important. The transformation of the society at a level is not the literacy will make us in a higher elevated level. It's our ethos that is to be followed. It's a standard of living, the concept. So we all need to think loud about the ethical imperatives. The Kantian philosophy speaks about categorical imperatives, which is a universal value, and say that categorical imperatives decide what is a right or wrong. It is all action would be determined based on the categorical imperatives. That's a Kantian philosophy. But we need to go far ahead of it, and ethical imperatives. നിയമപരമായ അസമത്വത്തിനെതിരെ പോരാടണം. സ്ത്രീകൾ തന്നെ വിചാരിച്ചാലേ അവർക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവിടങ്ങളിലെ പല പ്രശ്നങ്ങൾക്കും അവിടുത്തെ സൊസൈറ്റി തന്നെയാണ് കാരണമെന്നും നിയമജ്ഞർ നിയമം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യം കൽപ്പിച്ച് ചെയ്യണമെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു. അഡ്വക്കേറ്റ് P. ആയിഷ പോറ്റി മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലത T. തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. KV സുമേഷ് MLA, അഖിലേന്ത്യാ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. വിജയകുമാർ, ദേശീയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് MC രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ആശ ചെറിയാൻ, സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് സുമലാൽ, അഡ്വക്കേറ്റ് വിനോദ് കുമാർ ചമ്പോലൻ, അഡ്വക്കേറ്റ് BP ശശീന്ദ്രൻ, അഡ്വക്കേറ്റ് KR ദീപ, അഡ്വക്കേറ്റ് T. സരള, അഡ്വക്കേറ്റ് പ്രീതി പറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ഭവന വായ്പാ മേള സംഘടിപ്പിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ തലത്തിൽ സംഘടിപ്പിച്ച ലോൺ മേള നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നിർമ്മാണ വായ്പ, ഭവന നിർമ്മാണ വായ്പ, സോളാർ റൂഫ് ടോപ്പ് വായ്പ തുടങ്ങി വിവിധ ലോണുകളുടെ ശാലകൾ പ്രദർശിപ്പിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് കോഴിക്കോട് സർക്കിൾ ഹെഡ് BK രാമൻ, മാർക്കറ്റിംഗ് ഹെഡ് പ്രവീൺ കുമാർ, റിട്ടയർഡ് AGM PK വിനോദ് കുമാർ, സീനിയർ മാനേജർ അഭിലാഷ് നായർ, ഇന്ദിര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി കക്കാട് ടൗണിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് റാഫി PU ഉദ്ഘാടനം നിർവഹിച്ചു. RCCB എന്ന് പറയുന്ന ESCB എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് ഷോക്കടിച്ചാൽ ഓഫാകുന്ന ആ സാധനം ആ വീട്ടിൽ വെച്ചിരുന്നുവെങ്കിൽ ആ സഹോദരനെ അവരുടെ സഹധർമ്മിണിയെ നഷ്ടപ്പെടില്ലായിരുന്നു. ആ മക്കൾക്ക് അവരുടെ ഉമ്മയെ നഷ്ടപ്പെടില്ലായിരുന്നു. 1500 രൂപ ഈ ഇലക്ട്രീഷ്യൻ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവിടെ 1500 രൂപയുടെ ഒരു ESCB RCCB സ്ഥാപിച്ചിരുന്നെങ്കിൽ ആ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ കഴിയുമായിരുന്നു. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഈ തൊട്ടടുത്ത് 2024 മറ്റന്നൂരിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരൻ വീട് പണിക്കിടെ ഷോക്കടിച്ചു മരിച്ചു. വീട് നിർമ്മാണത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോ, ടൈൽ പണി നടക്കുമ്പോ ആ ടൈൽ വർക്ക് എടുത്ത കേബിൾ ചവിട്ടിക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ നഷ്ടപ്പെട്ടു. എന്താ അവിടെയൊക്കെ സംഭവിച്ചത്? അവിടെയൊന്നും ESCB ഇല്ലായിരുന്നു. ആരാ കാരണക്കാരൻ? അത് ചെയ്തു കൊടുത്ത ആളാ കാരണക്കാരൻ എന്ന് ഞങ്ങൾ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറയും. അനധികൃത വയറിംഗ് തടയുക, സിവിൽ കോൺട്രാക്ടർമാർ വയറിംഗ് ജോലികൾ ഏറ്റെടുക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യോഗം. സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മുണ്ടേരി, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് ചുങ്കത്തറ, ജില്ലാ പ്രസിഡന്റ് ഷഫീഖ് P മുതലായവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
ചാല വെള്ളൂരിലം LP സ്കൂളിൽ വർഷങ്ങളായി നടന്നുവരുന്ന എല്ലാവരും പാടത്തേക്ക് എന്ന പരിപാടിയുടെ ഭാഗമായി നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. പഞ്ചായത്ത് അംഗം ഗീതാ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ പാകമായത് എന്ത് ചെയ്യണം? നമ്മൾ കൊയ്തെടുത്തിട്ട് എന്ത് ചെയ്യണം? നെല്ല് വൃത്തിയാക്കിയിട്ട് കൊണ്ടുപോകണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഴുവൻ ഇപ്പം കൊയ്യുന്നില്ല. ഇനി മിഷ്യനാണ്. അവിടെ മിഷ്യൻ കണ്ടിട്ട് നിങ്ങള് ആ മിഷ്യൻ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമോ? അപ്പൊ ആ മിഷ്യനിൽ കൊയ്തെടുത്തിട്ട് നെല്ലും ഇതിന്റെ പുല്ലൊക്കെ വേർതിരിക്കും. അപ്പൊ ഇപ്പൊ ഈ പരിപാടിയിൽ നമുക്ക് പിന്നെ കൊയ്ത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദേശീയ നമ്മുടെ മുതിർന്ന കർഷകൻ വല്ലത്തിൽ ഗോവിന്ദനാണ് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന കർഷക കൂട്ടത്തിന് മാർഗനിർദ്ദേശം നൽകി വന്നത്. സ്കൂളിന് സമീപത്തെ 5 സെന്റ് വയലിലാണ് കൃഷി ഇറക്കിയത്. കൊയ്തു കിട്ടിയ നെല്ലുപയോഗിച്ച് കുട്ടികൾക്ക് പായസം വെച്ച് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഹെഡ് മിസ്ട്രസ് സജിത നീട്ടൂർ, മുൻ ഹെഡ് മാസ്റ്റർ സതീഷ് ശ്രീമന്ദിരം, PTA, മദർ PTA ഭാരവാഹികൾ എന്നിവർ കൃഷിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചക്കരക്കൊട്ടുങ്ങൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ആണ്ടുതിറ മഹോത്സവത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന മഹോത്സവം കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് തുടക്കമായത്. നാളെ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ തിരുമുടിയോടുകൂടി ഉത്സവം സമാപിക്കും. തിറ മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 7-ാം തീയതി ഭക്തജനങ്ങളുടെയും ദേശവാസികളുടെയും നേതൃത്വത്തിൽ അവേര താളിച്ചപ്പില ശ്രീ സുബ്രഹ്മണ്യം കോവിലിൽ നിന്നുമാണ് കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നത്. അന്നേ ദിവസം കാവിൽ കയറി തിരുവായുധം, എഴുന്നള്ളത്ത്, തിരുവത്താഴം വഴിപാട് തുടങ്ങി നിരവധി പൂജകളും വയനാട് കുലവൻ ദൈവത്തിന്റെ തോറ്റവും നടന്നു. ഇന്ന് വിവിധ തെയ്യങ്ങളുടെ വെള്ളാട്ടം, തോറ്റം, കാരണവർ തെയ്യം എന്നിവയും നടന്നു. നാളെ അറയിൽ ഭഗവതിയുടെ തിരുമുടി, വയനാട് കുലവൻ ദൈവത്തിന്റെ മേലേരി കയ്യേൽക്കൽ തിരുമുടി, ഇളയെടുത്ത് ഭഗവതി, മുത്താച്ചി തെയ്യങ്ങൾ എന്നീ കോലങ്ങളും കെട്ടിയാടും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ നഗരത്തിലെ ശ്രീ സ്വാമി മഠത്തിൽ മഹാസമാധി വാർഷിക ആഘോഷത്തിന് തുടക്കമായി. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K. സത്യൻ ഉദ്ഘാടനം ചെയ്തു. അത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെ ആചാരരീതി എന്ന് പറയുന്നത് ആ നാടിൻ്റെ സംസ്കാരവും അവിടുത്തെ ജീവിത രീതിക്കും അനുസൃതമായിട്ടുള്ള ആരാധനാ രീതിയോടുകൂടി കാണാൻ ഓരോ സ്ഥലത്തെ ക്ഷേത്രങ്ങളും നിർവഹിക്കുന്നത്. അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ P. രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ CB ബീന, ദൃശ്യമാധ്യമ പ്രവർത്തകൻ സുരേഷ് നാമത്ത്, മുനീശ്വരൻ കോവിൽ, സെക്രട്ടറി CK ജയചന്ദ്രൻ, ട്രസ്റ്റി EK പ്രഭാകരൻ, ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സതീഷ് കുമാർ പാമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. 7 ദിവസങ്ങളിലായി നടക്കുന്ന മഹാസമാധി വാർഷികാഘോഷം വ്യാഴാഴ്ചയാണ് സമാപിക്കുക. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,945, പവന് 63,560 രൂപ, വെള്ളി 107 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പകുതി വില തട്ടിപ്പിൽ പ്രതികരണവുമായി BJP, വേണ്ടത് സമഗ്ര അന്വേഷണം. തട്ടിപ്പിന് കൂട്ടുനിന്നത് കോൺഗ്രസ്, CPM കൂട്ടുകെട്ട്. കണ്ണൂരിൽ മാത്രം നടന്നത് 100 കോടിയോളം രൂപയുടെ തട്ടിപ്പെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ദില്ലി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ഇന്ത്യ മുന്നണിയിലെ ഭിന്നയിപ്പ്. ആദ്യം ഉണ്ടാവേണ്ടത് ഐക്യമായിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പുനരാലോചനയ്ക്ക് എല്ലാവരും തയ്യാറാവണം, അടിയന്തര യോഗം ചേരണമെന്നും കുഞ്ഞാലിക്കുട്ടി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവർ തന്നെ ശ്രമിക്കണമെന്ന് ഹൈക്കോടതി ജഡ്ജി. നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് പരിധിയുണ്ട്. അസമത്വത്തിനെതിരെ വനിതകൾ പോരാടണമെന്നും ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.